ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു മുട്ടയാണ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് 4 മണിക്ക് നല്ല കട്ടൻ ചായയുടെ കൂടെ നല്ല അടിപൊളി സ്നാക്ക് തയ്യാറാക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അമൃതം പൊടി പൊട്ടിച്ചൊരു പാക്ക് ഉണ്ടായിരുന്നു, ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനൊരു പാത്രം അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. മുട്ട നമുക്ക് അതിനകത്തേക്ക് പൊട്ടിച്ച് ചേർക്കാം. അമൃതം പൊടിക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് മധുരം ഇടേണ്ട ആവശ്യമില്ല. ഞാൻ മധുരം ഇടുന്നില്ല. ഇതിലും കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം കേട്ടോ. അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ അധികമൊന്നും ആവശ്യമില്ല, കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനുള്ളൊരു ഓയിൽ മാത്രമേ ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിതിനകത്ത് പറയാൻ വിട്ടുപോയൊരു സംഭവമാണ്, ഏലക്കായ ചേർക്കുന്നുണ്ട് കേട്ടോ. ഏലക്കായ പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മുട്ടയുടെ ടേസ്റ്റ് അതിൽ മുന്നിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏലക്കായ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. അത് നേരത്തെ കുഴച്ച് വെച്ചതായിരുന്നു, ഞാൻ ആ ഏലക്കായ ഇടാൻ മറന്നത് കാരണം ഞാൻ വീണ്ടും ഏലക്കായ ഇട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ പാകത്തിന് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഞാനിത് പത്തിരിയുടെ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തുന്ന സമയം നമുക്കിത് അമൃതം പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും, ഉരുട്ടി വേണമെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനത് നീളത്തിൽ ചെറിയ ചതുരങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. തിരിച്ചൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിത് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യുന്ന ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ. ഈ അമൃതം പൊടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, പെട്ടെന്ന് കരിഞ്ഞു വരും. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കുക. ഇത് ഓരോന്ന് ഇടുമ്പോൾ തന്നെ ഇത് നല്ല പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വന്നോട്ടെ. ഞാനൊരു ചട്ടി ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാരണം എനിക്കൊരു ചട്ടിയൊന്നും അല്ല, 3 ചട്ടിയോളം ഉണ്ടാക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മറിച്ച് വിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയിൽ മുങ്ങി കിടക്കാൻ മാത്രമുള്ള എണ്ണയൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, മറിച്ചിട്ട് കൊടുക്കാനുള്ള എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കണ്ടോ. മറിച്ച് ഓരോന്നോരോന്നായിട്ട് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തു. നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കട്ടെ. അതിനപ്പുറം ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഞാനിത് കോരിയെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ്. മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടെ, നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.